ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വീട്ടിലുള്ളവരെയെല്ലാം പറ്റിച്ചു താൻ ബുദ്ധിമതിയാണെന്ന് സന്തോഷിച്ച് മീരയെ വിളിച്ച് എല്ലാം പറയുന്നുണ്ട്. ആ സന്തോഷത്തിൽ താൻ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം സച്ചിയും രേവതിയും ബീരാനിക്കയെയും കൂട്ടി ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട്. വീട്ടിലെത്തി സച്ചി ശ്രുതിയോട് ഇളയച്ചനെ വിളിക്കാൻ പറയുമ്പോൾ ശ്രുതി വേഗം അതിനെന്താ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇളയച്ച എവിടെയാ, സുഖമല്ലേ, ഇപ്പൊ എവിടെയാ, മുംബൈയിലോ, ഓ അത് ശരി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി ഇളയച്ചാ എന്ന് വിളിക്കുന്നു. ആ വിളി കേട്ട് ബീരാനിക്ക പേടിച്ച് കയറി വരുന്നുണ്ട്. ബീരാനിക്കയെ കണ്ടതും ശ്രുതിക്ക് ആകെ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇയാൾ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, മാളുവിന്റെ ഭർത്താവ് ഫെബിന്റെ അമ്മാവനാ, പേര് ജയരാജ് എന്ന് പറയുമ്പോൾ ബീരാനിക്ക പറയുന്നത് സച്ചിയും രേവതിയും ഒക്കെ പറയുന്നത് ശരിയാണ്, ഞാൻ ആരുടെയും ഇളയച്ചനല്ല എന്ന് പറയുന്നു. എൻ്റെ ശരിക്കും പേര് ജയരാജ് എന്നാ എന്ന് പറയുമ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ ശ്രുതിയുടെ ആ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം കള്ളമായിരുന്നു എന്ന് ശ്രുതിയുടെ അച്ഛൻ എനിക്ക് ശ്രുതിയുടെ അച്ഛനെയും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ കോടീശ്വരനാണ്, അവൾ മലേഷ്യയിലാണ് ജനിച്ചു വളർന്നത് എന്നൊക്കെയല്ലേ പറഞ്ഞത്, അതോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ചന്ദ്രമതി, നീ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണല്ലേ, എങ്ങനെയെല്ലാം ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ തോന്നി എന്ന് പറഞ്ഞ് ശ്രുതിയെ പൊതിരെ തല്ലി ഗേറ്റിന് വെളിയിൽ തള്ളുന്നുണ്ട്. ശ്രുതി കരഞ്ഞ് സുധിയുടെ കാലു പിടിച്ച് എന്നെ പറഞ്ഞയക്കല്ലേ സുധി, ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞിട്ടും സുധി അനങ്ങുന്നില്ല. ഗേറ്റിന് പുറത്തിറങ്ങിയ ശ്രുതി ഭ്രാന്തിയെ പോലെ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്നുണ്ട്. ചെറുതായൊന്ന് തല ചുറ്റി വീഴുന്നുമുണ്ട്. ഇനി ശ്രുതി ഗർഭിണിയാണോ അതോ ചന്ദ്രോദയത്തിൽ തിരിച്ചു കയറാനുള്ള അടുത്ത അടവാണോ എന്നറിയില്ല. കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.